കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ട്രിമ്മറിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത്. ഈ ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടുന്നതും അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രിമ്മർ വീണ്ടും കഴുകിയും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ട്രിമ്മർ ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആകുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ട്രിമ്മർ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററിക്ക് അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള ബാറ്ററി ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് സ്പെയറായിട്ട് വേറെ ബാറ്ററി മേടിച്ച് വേണം ഉപയോഗിക്കാൻ. നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടതിൽ ഒരുപാട് പേര് ഈ ട്രിമ്മർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കമൻറ്റ് വന്നിരുന്നു. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ തന്നെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് കുറേ പേരെ കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്, ഈ ട്രിമ്മറിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയും വർക്ക് ചെയ്യാൻ പറ്റുമോയെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ആയാലും മോട്ടറും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രിമ്മർ നമുക്ക് ബാറ്ററി ഇല്ലാണ്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ട്രിമ്മറിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഈ ബാറ്ററിയും പിന്നെ ഈ ഒരു മോട്ടറും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആകാൻ മാത്രം വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചെറിയൊരു അഡാപ്റ്റർ കൂടിയുണ്ട് കേട്ടോ. അഡാപ്റ്ററും ചിലതിനൊക്കെ കംപ്ലയിൻ്റ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാറ്ററിയോ അല്ലെങ്കിൽ ചാർജിങ് അഡാപ്റ്ററോ കംപ്ലയിൻ്റ് ആയ ട്രിമ്മർ നിങ്ങളുടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ട്രിമ്മറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മോട്ടറാണ്. അപ്പോൾ ഈ ഒരു മോട്ടർ കംപ്ലയിൻ്റ് ആയാലും നമുക്ക് സ്പെയർ ആയിട്ടുള്ള മോട്ടർ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു മോട്ടറിന് ഏകദേശം 7 രൂപയാണ് ആവുന്നത്. അതുപോലെ ഞാൻ ഈ 2 മോട്ടർ മേടിച്ചത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ട്രിമ്മറിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ മോട്ടറും കൂടി ഒന്ന് കടയിൽ കൊണ്ടുപോയിട്ട് എടുക്കുക. അതുപോലെ ഞാൻ ഈ ട്രിമ്മർ മേടിച്ച് ഉപയോഗിച്ച സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെയർ ആയിട്ടുള്ള 2 മോട്ടർ ഞാൻ അഡീഷണൽ ആയിട്ട് മേടിച്ച് വെക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഇതിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ വെക്കാൻ പാകത്തിന് ഞാൻ 2 മോട്ടറാണ് ഞാൻ മേടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചാർജിങ് അഡാപ്റ്റർ കംപ്ലയിൻ്റ് ആയവർക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ട്രിമ്മറിൻ്റെ മോട്ടർ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ട്രിമ്മറിന് വേണ്ടിയിട്ടുള്ള മോട്ടറാണ് കടയിൽ പറയുക. അതുപോലെ ഇതുപോലുള്ള ട്രിമ്മറിൻ്റെ മോട്ടർ അങ്ങനെ വേഗം കംപ്ലയിൻ്റ് ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. വീണ്ടും ക്ലീൻ ചെയ്യാതെ വെക്കാതൊക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മോട്ടർ കംപ്ലയിൻ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ട്രിമ്മറിന് ഇതുവരെയായിട്ടും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഓയിൽ ഇടുന്ന രീതിയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലേഡിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്ത് നന്നായിട്ട് തന്നെ ഓയിലൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലത്തെ ട്രിമ്മർ നമ്മൾ ഓരോ തവണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഈ ഒരു ബ്ലേഡിൻ്റെ എൻഡ് ഭാഗത്തും അതുപോലെ ഈ ഒരു 2 സൈഡ് ഇതുപോലെ 2 സൈഡിലും ഈ ഓയിലൊക്കെ ഇട്ട് വെക്കുക. ഓവറായിട്ട് വെക്കണ്ട, ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇതുപോലെ ഓയിലൊക്കെ ഒഴിക്കാണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബ്ലേഡ് സ്റ്റക്കാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ട്രിമ്മറിൻ്റെ മോട്ടറും കംപ്ലയിൻ്റ് ആകാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ട്രിമ്മർ എങ്ങനെയാണ് ബാറ്ററി ഇല്ലാണ്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 ആമ്പിയറിൻ്റെ ഒരു ചാർജറാണ് വേണ്ടത്. മൊബൈലിൻ്റെ ഇപ്പോൾ എല്ലാം തന്നെ 2 ആമ്പിയറിൻ്റെയൊക്കെ മൊബൈലിൻ്റെ ചാർജറായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു മൊബൈലിൻ്റെ ചാർജറാണ് നമുക്ക് വേണ്ടത്. അതുപോലെ മൊബൈലിൻ്റെ ചാർജർ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പവർ ബാങ്കിലും ഈ ട്രിമ്മർ ഈ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ട്രിമ്മറിൻ്റെ കൂടെ കിട്ടുന്ന റീചാർജ് ചെയ്യുന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആയാലോ അല്ലെങ്കിൽ അതിൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയാലോ നമുക്ക് വീണ്ടും ബാറ്ററി മേടിക്കാനും കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ചാർജർ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പം അങ്ങനെയുള്ള വീഡിയോ അല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമുക്കിത് ബാറ്ററി ഇല്ലാതെ എങ്ങനെയാണ് നമുക്കത് ഇതുപോലെ മൊബൈലിൻ്റെ ചാർജറിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ വർക്ക് ചെയ്യേണ്ടെന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഫോണിൻ്റെ ഒരു ചാർജറിൻ്റെ കേബിളാണ്. ഇത് ഞാൻ അത്യാവശ്യം വലിപ്പം കൂടിയ ഒരു ഡാറ്റ കേബിളാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു 1.5 മീറ്റർ നീളമുള്ള കേബിളാണ്. അപ്പം ഇതുപോലത്തെ ഡാറ്റ കേബിൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 4 വയറായിരിക്കും കാണുന്നത്. ഒരു റെഡും ബ്ലാക്കും പിന്നെ ഒരു വെള്ളയും ഒരു പച്ചയും വയറായിരിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് റെഡും ബ്ലാക്കുമാണ് നമുക്കിതിനകത്ത് ആവശ്യമുള്ളൂ. മറ്റേ 2 വയറും നമുക്കിതിനകത്ത് ആവശ്യമില്ല. ഇതിനകത്താണ് പോസിറ്റീവ് നെഗറ്റീവ് 5 വോൾട്ട് സപ്ലൈ നമുക്ക് ചാർജർ എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിമ്മറിൻ്റെ മോട്ടറിൻ്റെ അതിനകത്ത് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം ഒരു കാലിൽ സ്പ്രിങ് സോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാലിൽ വേറെ പ്രത്യേകിച്ച് കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 2 കാലിലേക്കാണ് കൊടുക്കേണ്ടത്. ഈ സ്പ്രിങ് ഉള്ള കാലിലേക്ക് പോസിറ്റീവും മറ്റേ കാലിലേക്ക് നെഗറ്റീവ്. അതുപോലെ നമ്മൾ ഈ ഒരു മോട്ടറിൽ ചെറിയൊരു സെറാമിക് കപ്പാസിറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി പിടിപ്പിച്ചാൽ എന്തിനാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് ബാറ്ററി കംപ്ലയിൻ്റ് ആകാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓവറോൾഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റയ്ക്കുള്ള നേരിട്ട് മോട്ടറിൽ കണക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു ഡയോഡ് കൂടി ഉപയോഗിക്കണം. അല്ലെങ്കിൽ മോട്ടർ കുറേ നാൾ കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ആമ്പിയറിൻ്റെ ഒരു ഡയോഡാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ 3.2 വോൾട്ടോ അല്ലെങ്കിൽ ഒരു 4 വോൾട്ടൊക്കെ മതി. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ എന്നൊക്കെ വരുന്നത് 5 വോൾട്ടാണ്. അപ്പോൾ അത്രയും നമുക്ക് ഈ ഒരു മോട്ടറിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയോഡ് ഒരെണ്ണം നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡയോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഡയോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു വെളുത്ത വര പോലെ ഉണ്ടാവും. അപ്പോൾ ആ വെളുത്ത വര പോലെയുള്ള ഭാഗത്തെ ആ ഒരു കാല് മോട്ടറിൻ്റെ പോസിറ്റീവിലേക്കും അതുപോലെ തന്നെ ഡയോഡിൻ്റെ മറു കാലിലേക്കാണ് ചാർജർ കേബിളിലെ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചാർജറിൻ്റെ കേബിളിൻ്റെ ബ്ലാക്ക് വയർ നമ്മുടെ മോട്ടറിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. തിരിഞ്ഞു പോയതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡയോഡ് തിരിഞ്ഞു പോയാൽ മോട്ടർ കറങ്ങില്ലെന്നുള്ളൂ, വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ ഡയോഡ് ഒരെണ്ണം സീലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ മോട്ടർ വേഗം കംപ്ലയിൻ്റ് ആവില്ല. ആ ഒരു മോട്ടറിന് പാകത്തിനുള്ള വോൾട്ടാണ് കിട്ടുള്ളൂ.
അതുപോലെ തന്നെ ഇതുപോലത്തെ ചാർജറിൻ്റെ കേബിളിൻ്റെ അറ്റത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ ഷോക്ക് അടിക്കുമെന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മൊബൈൽ ചാർജറിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട് DC ആണ്. അപ്പോൾ ഷോക്കൊന്നും അടിക്കില്ല. ചാത്തൻ ചാർജറൊന്നും ഉപയോഗിക്കാതിരിക്കുക, നല്ല ചാർജർ ഉപയോഗിക്കുക. 2 ആമ്പിയറിൻ്റെ ചാർജറിൽ നമുക്ക് ഇതുപോലത്തെ ട്രിമ്മർ വർക്ക് ചെയ്യിക്കാൻ വേണം. അതുപോലെ ഈ ട്രിമ്മറിൻ്റെ ബാക്കിൽ ഈ ഒരു ക്യാപ്പിലാണ് അതിൻ്റെ ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച് വരുന്നത്. നമുക്ക് ഇതുപോലെ കേബിൾ കടത്തിയിടുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ട്രിമ്മറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഉൾപ്പെടുത്താത്ത വേറെ ഒന്നുമല്ല അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിനകത്ത് മുമ്പ് മേടിച്ചേക്കണവരൊക്കെ ഒരുപാട് കമൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നിലവിൽ മേടിക്കാൻ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ട്രിമ്മർ ഇത് തന്നെയാണ്. ഈ ട്രിമ്മറിലേക്ക് അങ്ങനെ ചാർജറിൻ്റെ കേബിൾ കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് സംശയിക്കാനൊന്നുമില്ല. നോർമലായിട്ടുള്ള ട്രിമ്മറിനകത്ത് ഇതുപോലത്തെ സെറാമിക് കപ്പാസിറ്റർ കാണില്ല. ഈ ഒരു സെറാമിക് കപ്പാസിറ്റർ നമ്മൾ അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ചേക്കുവാണ്. അപ്പോൾ ഈ സ്പ്രിങ്ങിലേക്ക് നമുക്ക് പോസിറ്റീവും അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ചുമ്മാ ഒരു കാല് കിടപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു കാലിലേക്ക് നമ്മൾ നെഗറ്റീവ് വയർ, നമ്മുടെ ചാർജറിൻ്റെ നെഗറ്റീവ് വയറാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മേടിച്ചത് ബുദ്ധ ഹെയർ ട്രിമ്മറാണ്. അപ്പോൾ അത് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കൂടി ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിമ്മർ ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു മോട്ടറിൽ സ്പ്രിങ് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു കാലിലേക്ക് ഈ റെഡ് വയർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ട്രിമ്മർ വർക്ക് ചെയ്യാനുള്ള സംഭവം എല്ലാം ഓക്കെ ആയിട്ടാവും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു ഡയോഡ് ഒരെണ്ണം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡയോഡിൻ്റെ വരെയുള്ള ഭാഗത്തെ കാല് നമ്മൾ ആ ഒരു സ്പ്രിങ് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു കാലിലേക്കാണ് കൊടുക്കുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ ഡയോഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് വോൾട്ടേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് മൊബൈലിലെ ചാർജറിൻ്റെ 5 വോൾട്ട് നമുക്ക് ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യാൻ ആവശ്യമില്ല. അത്ര വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഡയോഡ് കൊടുക്കുമ്പം സ്പീഡൊന്ന് ജസ്റ്റ് ഒന്ന് കുറയും. ഏകദേശം ഒരു 4 വോൾട്ടൊക്കെയാണ് മോട്ടറിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ മോട്ടറിനും പ്രത്യേകിച്ച് വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. ശരിക്കും നമുക്കിങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ബാറ്ററി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം നമുക്ക് ഈ ഒരു ട്രിമ്മർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിലരുടെയൊക്കെ ചാർജറാണ് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ അങ്ങനെ ചാർജർ കംപ്ലൈൻ്റ് ആയി പോയാലും പേടിക്കാനൊന്നുമില്ല. അതിൻ്റെ ചാർജിങ് മൊഡ്യൂളും മേടിക്കാൻ കിട്ടും. ഏകദേശം 60 രൂപയ്ക്കുള്ള ചാർജിങ് മൊഡ്യൂളിന്. അപ്പോൾ ആ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഇതിൻ്റെ ചാർജർ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്കിൻ്റെ ബാറ്ററിയാണ് കംപ്ലൈൻ്റ് ആയി പോകുന്നതെങ്കിൽ പവർ ബാങ്കിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ബാറ്ററി നമുക്ക് ഇന്നത് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ പുതിയ ബാറ്ററി മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചാർജർ കംപ്ലൈൻറ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ വേറെ ഒന്നുമല്ല. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു ഈ മൊബൈലിലെ ചാർജറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരുപാട് സമയം നമുക്ക് മുടി വെട്ടാനൊക്കെ പറ്റുമോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. മുടി ഇങ്ങനെ വെട്ടി കാണിക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. ഈ രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മൊബൈലിലെ ചാർജറിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലർക്കൊന്നും അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളൊന്നും അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അറിയത്തില്ലാത്തവർക്കും കൂടെ നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്. നമുക്ക് ഈ കേബിൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാപ്പ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ കേബിൾ വേഗം വിട്ട് പോരാതിരിക്കും. നമുക്ക് ആ ട്രിമ്മർ ഒന്ന് വർക്ക് ചെയ്യിച്ചുകൊണ്ടൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചാണ് ആ ട്രിമ്മർ ഉപയോഗിച്ച് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഷേവ് ചെയ്യുമ്പം എത്ര ഡീപ്പായിട്ട് പോകുമെന്നൊക്കെ ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു എക്സ്റ്റൻഷൻ ബോക്സിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ആദ്യമേ താടിയൊന്ന് ഷേവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷേവ് ചെയ്യുന്ന സമയത്ത് ഇതിന് ക്ലിപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ ക്ലിപ്പ് ഇടാതെ ഉപയോഗിച്ചാൽ മുറിയോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, കേബിൾ വിട്ടു പോകാതിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലർക്ക് ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പം അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്കിന്നിന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ ട്രിമ്മർ മേടിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി ട്രിമ്മറാണ്. നമുക്കിങ്ങനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമോ അല്ലെങ്കിൽ അതിൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആകുവാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് സെറ്റാക്കി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ ട്രിമ്മർ ഉപയോഗിച്ച് ഷേവ് ചെയ്യുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇനി മീശയൊക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ക്ലിപ്പിനകത്ത് ഏറ്റവും കട്ടി കൂടിയത് 4 mm ആണ്. അപ്പോൾ 4 mm ക്ലിപ്പിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.
ഞാനിവിടെ 1.5-ൻ്റെയാണ് ഇടുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ പോകും. മീശയൊക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പ് ഇടാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചില സൈഡിൽ കൂടിയും കുറഞ്ഞൊക്കെ പോകും. അപ്പോൾ ക്ലിപ്പ് ഇടുവാണെങ്കിൽ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഒരേ ലെവലായിരിക്കും. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് മീശയൊക്കെ വരുന്ന സമയത്ത് ഈ 2 സൈഡിലായിരിക്കും ആദ്യം വരുന്നത്. ഈ 2 സൈഡുകളിലായിരിക്കും ആദ്യം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഷേവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കത്രിക കൊണ്ടൊക്കെ ആയിരിക്കും മിക്കവരും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ കത്രിക കൊണ്ടൊക്കെ വെട്ടിക്കഴിയുമ്പം ആ 2 സൈഡിൽ മാത്രം നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് നിൽക്കും. ബാക്കിയുള്ള എല്ലാം ഒരുപാട് പോവുകയും ചെയ്യും. അപ്പം ഭയങ്കര മെനകടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ട്രിമ്മർ. അപ്പോൾ എല്ലാ സൈഡിലും ഒരേ ലെവലിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് രോമമെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ട്രിമ്മർ ഒരെണ്ണം വീട്ടിലേക്ക് മേടിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് മീശയൊക്കെ വരുന്ന സമയത്ത് ഷേപ്പ് ചെയ്യാനും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും മീശ തടിയൊക്കെ ഷേപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മുടി വെട്ടാനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ട്രിമ്മർ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ മുടി ഫുള്ളായിട്ട് വെട്ടുന്നത്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ തന്നെ മുടി വെട്ടുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടാൻ ഒരു പാടുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇതിനകത്ത് ഏറ്റവും സൈസ് കൂടിയ കട്ടി കൂടിയ 4 mm ക്ലിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇട്ട് ആദ്യം വെട്ടി പഠിക്കുക. അതുപോലെ ഈ ട്രിമ്മറിന് ഏകദേശം 350-400 രൂപ റേഞ്ചിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ട്രിമ്മർ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിമ്മർ മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം 2 ആഴ്ച മുമ്പ് നമ്മൾ ഈ ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടുന്നതും അതുപോലെ തന്നെ ഈ ട്രിമ്മർ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ച മുമ്പ്. ഈ വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വീഡിയോയിലാണ്. അപ്പം ആ ഒരു വീഡിയോയിൽ ഈ ട്രിമ്മർ മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രിമ്മറിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂയും കാര്യങ്ങളും നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ട്രിമ്മർ തന്നെയാണ്. ഇതുവരെയായിട്ട് ഇതിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്രിമ്മറിൻ്റെ മോട്ടറോ ബാറ്ററിയോ ഒക്കെ കംപ്ലയിൻ്റ് ആയാലും നമുക്കിത് വേറെ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറിൻ്റെ ആ ഒരു ചെറിയൊരു മൊഡ്യൂളുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ കംപ്ലയിൻ്റ് ആയാലും നമുക്ക് വേറെ മേടിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് നമ്മുടെ ഇവിടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടൈൽസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇന്നലെയാണ് തീർന്നത്. ഇനി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ട്രിമ്മർ ഉപയോഗിച്ച് ഇങ്ങനെ പുറവശം വെട്ടാൻ വലിയ പാടൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കണ്ണാടി നോക്കാതെയാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഏത് സൈഡിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് വെട്ടാൻ സാധിക്കും. അപ്പോൾ മുടിയും കാര്യങ്ങളെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഈ ട്രിമ്മർ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളിന്ന് ഈ ട്രിമ്മർ വർക്ക് ചെയ്യിച്ചത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിലാണ്. അപ്പം അത്രയും നേരം വർക്ക് ചെയ്യിച്ചിട്ടും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ബാറ്ററിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലത്തെ ട്രിമ്മറിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ആവാനുള്ള പ്രധാന കാരണം ഇവിടെ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മുടിയുടെ ഭാഗങ്ങളെല്ലാം ഇവിടെ കയറി കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കുറേ നാളിങ്ങനെ ക്ലീൻ ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ട്രിമ്മർ ഓണാക്കുന്ന സമയത്ത് ആ ഒരു മോട്ടർ പഴയ സ്മൂത്തിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു മോട്ടർ സ്റ്റക്കായിട്ടൊക്കെയാണ് കംപ്ലയിൻ്റ് ആവുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ.